ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഗിസ്മോ. വൈഫൈ എന്ന് പറയുന്നത് ഇന്ന് വളരെ സുപരിചിതമായ ഒരു ടെക്നോളജിയാണ് അല്ലേ. ഏത് ചെറിയ കുട്ടിക്കും ഇന്ന് വൈഫൈ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മനസ്സിലാകും. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വൈഫൈ 7 റൗട്ടറായ TP-Linkന്റെ ആർച്ചർ BE400 എന്ന് പറഞ്ഞ ഈ ഒരു വൈഫൈ 7 റൗട്ടറിനെ കുറിച്ചാണ്. പിന്നെ ഒരു ഫൺ ഫാക്റ്റ്, ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് പബ്ലിക് സ്പേസിൽ വൈഫൈ എവിടെയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയോ? 96 കാർണഗി മെലൻ യൂണിവേഴ്സിറ്റിയാണ് ഹവായ് ബീച്ചിൽ ഒരു പബ്ലിക് ഡെമോൺസ്ട്രേഷനായിട്ട് പബ്ലിക് വൈഫൈ ആക്സസ് കൊടുത്തത്. അപ്പോൾ TP-Link എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സും സ്മാർട്ട് ഹോം ഡിവൈസസും അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചൈനീസ് കമ്പനിയാണ്. ഇന്ത്യയിലും ഇപ്പോൾ അവർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവർ പ്രൊഡക്ട്സ് പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാട്ട്സ് ദ ബിഗ് ഡീൽ വിത്ത് വൈഫൈ 7? ആദ്യത്തെ കാര്യം ഫാസ്റ്റർ സ്പീഡ്സ് തന്നെയാണ്. ലോവർ ലാഗ്, അതായത് ഗെയിമിങ്ങിനും വീഡിയോ കോൾസിനും സ്ട്രീമിങ്ങിനും ഒക്കെ വളരെ ലോവർ ലാഗാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 4K അല്ലെങ്കിൽ 8K വീഡിയോ സ്ട്രീമിങ്, AR VR ഗെയിമിങ് അല്ലെങ്കിൽ ബ്ലേസിങ് ഫാസ്റ്റ് ആയിട്ടുള്ള ഡൗൺലോഡ്സ്, ഇതൊക്കെ നമുക്ക് വൈഫൈ 7 കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പ്ലാനും നല്ല സ്പീഡ് തരുന്ന ഡാറ്റ പ്ലാൻ ആയിരിക്കണം കേട്ടോ, ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്, ഒരു ലോ ലൈൻ പ്രൊഫൈലാണ്. പക്ഷെ ബേസിൽ കുറച്ച് ഒരു അത്യാവശ്യം വീതിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് കാണുന്ന ഒരു എലിമെൻറ്റ് ഇതിൻ്റെ ഈ ആൻറ്റിനകളാണ്. മൊത്തം 6 ആൻറ്റിനകളാണ് ഇതിൽ ഉള്ളത്. ഇടയിൽ കൂടെ കൈ ഇടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി വൈഫൈയുടെ റേഞ്ച് വർദ്ധിപ്പിക്കും. കേരളത്തിലൊക്കെ കൂടുതലും വളരെ വലിയ സ്ക്വയർ ഫീറ്റുകളൊക്കെ വീടുകൾ ഉള്ളത് കൊണ്ട് തന്നെ വൈഫൈ റേഞ്ച് കിട്ടാൻ ഇത് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൈഫൈ എക്സ്റ്റൻഡർ കൂടെ അങ്ങനത്തെ വീടുകളിലൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ LED ഇൻഡിക്കേറ്റർ ഉണ്ട്, WPS ബട്ടൺ ഉണ്ട്, പിന്നെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പിന്നെ 2.5 ഗിഗാബിറ്റ് പോർട്സും ഉണ്ട്. ഒന്ന് ഇൻ്റർനെറ്റിനും വാനും പിന്നെ ഒന്ന് വയർഡ് ലാൻ കണക്ഷനും വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ സൈഡിൽ ഒരു USB 3.0 പോർട്ട് ഉണ്ട്. ഇതിൽ നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ നെറ്റ്വർക്ക് ഡിവൈസായി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മൂവീസും കുറേ മ്യൂസിക് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഹാർഡ് ഡ്രൈവിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് TVയിലേക്കോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയറിലേക്കോ സ്ട്രീമിംഗ് കേപ്പബിലിറ്റി ഉള്ളതിലേക്ക് നമുക്ക് സ്ട്രീം ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ മൾട്ടി ലിങ്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ MLO എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വൈഫൈ 7 ഡിവൈസസിനെ റൗട്ടറിനോട് സംസാരിക്കുവാൻ, അതായത് 2.4 GHz ബാൻഡും 5 GHz ബാൻഡും ആയിട്ടുള്ള 2 ബാൻഡിലേക്കും ഒരേ സമയം സൈമൾട്ടേനിയസിലായിട്ട് അത് സംസാരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഡിവൈസസ് നമ്മളുടെ വീട്ടിൽ നമ്മളെ വൈഫൈ റൗട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഒരു PCയോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് മാത്രമോ ആണ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലിപ്പോൾ 4 അഡൽട്സിനെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ്, 2 ഗ്രാൻഡ് പാരൻസും തന്നെ കൂട്ടിയാൽ തന്നെ എല്ലാവർക്കും ഇന്ന് വൈഫൈ ഉള്ള ഫോണുണ്ട്. അപ്പോൾ 4 ഫോണായി ഓൾറെഡി കണക്റ്റഡ്. പിന്നെ ഒരു ലാപ്ടോപ്പ് മിനിമമായിട്ട്, പിന്നെ ഒരു സ്മാർട്ട് TV. അപ്പോൾ അവിടെ തന്നെ 6-7 ഡിവൈസസായി. സ്മാർട്ട് ബൾബുകളോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഡിവൈസസും വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് വഴി ബന്ധിക്കപ്പെടുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ ഇതൊക്കെ എത്ര ഡിവൈസസ് ആണ് നമ്മുടെ വൈഫൈയിലേക്ക് കണക്റ്റായി. ഈ ഓരോ ഡിവൈസസിനും സൈമൾട്ടേനിയസ്ലി നമ്മളെ റൗട്ടർ ഇൻ്റർനെറ്റ് ആ ഡാറ്റ പാസ് ഓൺ ചെയ്യണം വൈഫൈയിൽ, അല്ലേ? അപ്പോൾ ആ ഒരു സെനാറിയോയിലാണ് ഈ വൈഫൈ 7 പോലത്തെ വളരെ അഡ്വാൻസ്ഡ് റൗട്ടറുകൾ ശരിക്കും വളരെ അഡ്വാൻറ്റേജസ് ആയി മാറുന്നത്. ഒരേ ടൈമിൽ തന്നെ കുറേ ഡിവൈസസ് കണക്റ്റ് ആയാലും ആ കണക്ടിവിറ്റിയെ ബാധിക്കാതെ നല്ല സ്പീഡ്സിൽ ബഫർ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റൗട്ടറുകളാണ് ഇന്നത്തെ വൈഫൈ 6, വൈഫൈ 6E, വൈഫൈ 7 അങ്ങനത്തെ റൗട്ടറുകൾ. നിങ്ങളെ ലേറ്റസ്റ്റ് ഫോണൊക്കെ ആണെങ്കിൽ വൈഫൈ 6ഉം വൈഫൈ 6E, വൈഫൈ 7 ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ സ്പീഡ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ശരിക്കും കിട്ടും. 20% ഹയർ ട്രാൻസ്മിഷൻ റേറ്റ് വൈഫൈ 6നെക്കാളും ഈ വൈഫൈ 7 റൗട്ടറിന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം കൂടുതൽ ഒരു ഫ്ലോലെസ് ആയിട്ട് 4K വീഡിയോസോ അല്ലെങ്കിൽ 8K വീഡിയോസോ സ്ട്രീം ചെയ്യുവാനും മാസീവായിട്ടുള്ള ഓൺലൈൻ ഗെയിംസ് കളിക്കുവാനും ലാഗില്ലാതെ കളിക്കുവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വൈഫൈ റൗട്ടറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വയർലെസ് ഡിവൈസസ്, അതായത് 2.4 GHz ബാൻഡിലാണ് വളരെയധികം ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കോർഡ്ലെസ് ഫോൺ വീട്ടിലുണ്ടെങ്കിൽ മൈക്രോവേവ് മെഷീന്, പിന്നെ അധിക സ്മാർട്ട് TV ഡിവൈസസ്, TV, പിന്നെ ഈ
സ്മാർട്ട് ബൾബ്സ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു 2.4 GHz ബാൻഡിലേക്കാണ് നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റായി പ്രവർത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ വലിയ സിറ്റീസിലൊക്കെ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും അല്ലേ. അവരുടെ ഡിവൈസസും എല്ലാം നിങ്ങളെ വൈഫൈ നെറ്റ്വർക്കിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് അവരുടെ ഡിവൈസസ് ഒക്കെ പേര് കാണിക്കും അല്ലേ. ബാക്കിയുള്ള ഡിവൈസസ് ഇതിനായിട്ട് ഇന്റർഫറൻസ് വരും. അപ്പോൾ വൈഫൈ 7 റൗട്ടറിൽ എന്താണ് ഇംപ്രൂവ്മെൻറ്റ്? അപ്പോൾ ഒരു എക്സ്ട്രാ ബാൻഡ് കൂടെ വൈഫൈ 7 റൗട്ടറിൽ ഉണ്ട്. അതായത് 6 GHz എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ബാൻഡും കൂടെ ഇതിൽ വരികയാണ്. അതായത് 2.4, 5 പിന്നെ 6 GHz അങ്ങനെ 3 ബാൻഡാണ്. അപ്പോൾ സൂപ്പർ കൺജസ്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ വൈഫൈ ഉള്ളതെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ TP-Linkന്റെ ഈ ഒരു മോഡലിൽ ഒരു ക്യാച്ച് ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഇതുവരെ 6 GHz ബാൻഡ് സ്പെക്ട്രം ഡിവൈസസിന് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഏത് വൈഫൈ 7 റൗട്ടർ നിങ്ങൾ എടുത്താലും അധികം ഇതിലും 6 GHz ഉള്ള ഈ ഒരു ബാൻഡ് കിട്ടില്ല. അതുകൊണ്ട് ഈ മോഡൽ TP-Link ഡുവൽ ബാൻഡ് റൗട്ടർ പോലെ തന്നെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് ആയിട്ടുള്ള ഈ നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ്, MLA അങ്ങനത്തെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ റൗട്ടർ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡിവൈസസ് ഏറ്റവും പറ്റിയ ബാൻഡിലേക്ക് സ്വിച്ച് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മൊബൈൽ ആപ്പാണ്. TP-Linkനെ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ ആപ്പിന് ഫീച്ചേഴ്സ് വളരെയധികം കൂടുതലാണ്. നല്ല ക്വാളിറ്റി ഇൻ്റർഫേസ് ആണ്. പിന്നെ റെഗുലർ അപ്ഡേറ്റ്സും ഫേംവെയർ അപ്ഡേറ്റ്സും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം, ലൈറ്റ് രാത്രി ഓഫ് ആക്കാം, ഡു നോട്ട് ഡിസ്റ്റർബ്, പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പല സംഗതികളും, പാരൻ്റൽ കൺട്രോൾസ്, അങ്ങനെ പല സംഗതികളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം TP-Linkന്റെ തന്നെ വൈഫൈ ഒരു ക്യാമറ 5 മെഗാപിക്സലിലെ ഒരു 360 ഡിഗ്രി പാൻ ആൻഡ് ടിൽറ്റുള്ള ഒരു ക്യാമറ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗട്ടർ, ഈ വൈഫൈ 7 റൗട്ടർ ആർക്കാണ് ഏറ്റവും ബെസ്റ്റ്? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാൻ നോക്കണമെങ്കിൽ, നിങ്ങളിപ്പോൾ കുറേ കാലത്തേക്ക് നിങ്ങളെ നെറ്റ്വർക്ക് നല്ലൊരു സ്ട്രോങ് നെറ്റ്വർക്ക് ഡിവൈസ് വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, വളരെ സ്മൂത്ത് സ്ട്രീമിംഗ് നിങ്ങൾക്ക് വേണം, ഇപ്പോൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആളാണെങ്കിൽ ലോവർ ലേറ്റൻസി കിട്ടണം, ലാഗ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നിങ്ങളെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ ഡിവൈസസ്, സ്മാർട്ട് ഡിവൈസസ് കണക്റ്റഡ് ആണ്, കുറേ ഫോണുകളും ടാബും ഒക്കെ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്സും പിന്നെ സ്പീഡ് കുറവും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മോഡലിൽ TP-Linkന്റെ ആർച്ചർ B400 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻവെസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ട് തന്നെയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണിത്. പക്ഷേ ഇന്ത്യയിൽ കിട്ടാവുന്ന വൈഫൈ 7 റൗട്ടർ റേഞ്ചിൽ ഓൾമോസ്റ്റ് നല്ലൊരു ഫാൻറ്റാസ്റ്റിക് എൻട്രി പോയിന്റ് തരുന്ന ഒരു പ്രൈസിങ് തന്നെയാണ് TP-Link തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കും. അപ്പോൾ ഇന്നത്തെ വൈഫൈ 7 ഈ റൗട്ടറിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.